അരി കുതിർത്തരയ്ക്കാതെ മാവ് പൊളിക്കാൻ വെക്കാതെ വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ തയ്യാറാക്കിയാലോ നമുക്ക്. നീർദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നീർദോശ തയ്യാറാക്കാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിയും ഇടിയപ്പമൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വറുത്ത നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരുകിയതും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നേർത്ത മാവാക്കി മാറ്റാം. 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം, അതാണ് കണക്ക്. അരിപ്പൊടിയുടെ വറവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗവിന്റെ ഫ്ലെയിം ഹൈയിൽ വെച്ച് നല്ല പോലെ ചൂടായി കിടക്കുന്ന ദോശച്ചട്ടിയിലേക്ക് ദോശമാവ് ഇതുപോലെ കോരി ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം. ദോശയ്ക്ക് കട്ടി കൂടാൻ പാടില്ല. മാവ് ഒഴിച്ചതിന് ശേഷം സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിലാക്കി മൂടി വെച്ച് ദോശ വേവിക്കാം. ദോശമാവ് വെള്ളം പോലെ നേർത്തതായിരിക്കണം, എന്നാലേ ഇതുപോലെ ചെയ്യാൻ പറ്റൂ. അതുപോലെ ദോശമാവ് കോരി ഒഴിക്കുമ്പോൾ സ്റ്റൗവിന്റെ ഫ്ലെയിം ഹൈയിൽ വെച്ച് ദോശച്ചട്ടിയിൽ നിന്ന് പുക വരുന്ന പരുവത്തിലാണ് മാവ് കോരി ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നാലേ നെറ്റ് പോലെ ദോശ വരുള്ളൂ. 1/2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കി ദോശ സൈഡിൽ നിന്ന് വിട്ടു വരുമ്പോൾ പാനിൽ നിന്നും ഇതുപോലെ മടക്കിയെടുക്കാം. നീർദോശ ഏതെങ്കിലും നോൺ വെജ് കറിയുടെ കൂടെയോ വെജിറ്റേറിയൻകാർക്ക് കടലക്കറി, പനീർ കറി ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം.